ബൃഹദേശ്വര ക്ഷേത്രം. അതിൻ്റെ നിർമ്മാതാവ് രാജരാജേശ്വരം എന്നും പ്രാദേശികമായി തഞ്ചൈ പെരിയ കോവിൽ എന്നും പെരുവടയ്യാർ കോവിൽ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു ശൈവ ക്ഷേത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചോള വാസ്തുവിദ്യാ ശൈലിയിൽ കാവേരി നദിയുടെ തെക്കേക്കരയിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കൂടാതെ തമിഴ് വാസ്തുവിദ്യയുടെ ഒരു മാതൃകയുമാണ്. ഇതിനെ ദക്ഷിണമേരു, തെക്കിൻ്റെ മേരു എന്നും വിളിക്കുന്നു. 1003 1010 ഇടയിൽ ചോള ചക്രവർത്തി രാജരാജൻ ഒന്നാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം ചോളകാലത്തെ ഗംഗൈകൊണ്ട ചോളപുര ക്ഷേത്രം, ഐരാവതേശ്വര ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൻ്റെ ഭാഗമാണ്. വടക്ക് കിഴക്കായി യഥാക്രമം 70 കിലോമീറ്ററും 40 കിലോമീറ്ററും ആണ്. 11ാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ സ്മാരകങ്ങൾ ഒരു കിടങ്ങിന് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോപുര പ്രധാന ക്ഷേത്രം, അതിൻ്റെ കൂറ്റൻ ഗോപുരം, ലിഖിതങ്ങൾ, ഫ്രെസ്കോകൾ, ശില്പങ്ങൾ എന്നിവ പ്രധാനമായും ശൈവമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല വൈഷ്ണവം, ശക്തിമതം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ക്ഷേത്രത്തിന് അതിൻ്റെ ചരിത്രത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. ചില കലാസൃഷ്ടികൾ ഇപ്പോൾ കാണുന്നില്ല. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കൂടുതൽ മണ്ഡപങ്ങളും സ്മാരകങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു. 16ാം നൂറ്റാണ്ടിന് ശേഷം കൂട്ടിച്ചേർത്ത കോട്ടമതിലുകൾക്ക് നടുവിലാണ് ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ശ്രീകോവിലിന് മുകളിലുള്ള വിമാന ഗോപുരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ്. ക്ഷേത്രത്തിന് കൂറ്റൻ സ്തംഭങ്ങളോടുകൂടിയ പ്രകാരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നും ഉണ്ട്. ആ നൂറ്റാണ്ടിൽ പിച്ചള നടരാജനായ ശിവനെ നൃത്തത്തിൻ്റെ അധിപനായി നിയോഗിച്ച സ്ഥലമെന്ന നിലയിലും അതിൻ്റെ ശില്പത്തിൻ്റെ ഗുണനിലവാരത്തിനും ഇത് പ്രശസ്തമാണ്. നന്ദി, പാർവതി, മുരുകൻ, ഗണേശൻ, സഭാപതി, ദക്ഷിണമൂർത്തി, ചണ്ഡേശ്വര വരാഹി, തിരുവാരൂരിലെ ത്യാഗരാജർ, സിദ്ധർ, കരുവൂരാർ തുടങ്ങിയവരുടെ ആരാധനാലയങ്ങൾ ഈ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം കമ്മീഷൻ ചെയ്ത രാജരാജ ചോളൻ അതിനെ രാജരാജീശ്വരം എന്ന് വിളിച്ചു. അക്ഷരാർത്ഥത്തിൽ രാജരാജദേവൻ്റെ ക്ഷേത്രം. ബൃഹനായകി ശ്രീകോവിലിലെ പിൽക്കാല ലിഖിതങ്ങളിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ പെരിയ ഉദയനായർ എന്നും വിളിക്കുന്നു. ഇത് ബൃഹദേശ്വരൻ, പെരുവടയ്യാർ കോവിൽ എന്നീ ആധുനിക പേരുകളുടെ ഉറവിടമായി കാണപ്പെടുന്നു. ചെന്നൈയിൽ നിന്ന് ഏകദേശം 350 കിലോമീറ്റർ 220 മൈൽ തെക്കു പടിഞ്ഞാറായി തഞ്ചാവൂർ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ തമിഴ്നാട് ബസ് സർവീസുകൾ, ദേശീയപാതകൾ 67, 45C, 226, 226 എക്സ്റ്റൻ എന്നിവയുടെ ശൃംഖല വഴി നഗരത്തെ മറ്റ് പ്രധാന നഗരങ്ങളുമായി ദിവസവും ബന്ധിപ്പിച്ചിരിക്കുന്നു. 55 കിലോമീറ്റർ 34 മൈൽ അകലെയുള്ള തിരുച്ചിറപ്പള്ളി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സാധാരണ സർവീസുകളുള്ള ഏറ്റവും അടുത്ത വിമാനത്താവളം. നഗരവും ക്ഷേത്രവും ഉൾനാടാണെങ്കിലും കാവേരി നദിയുടെ ഡെൽറ്റയുടെ തുടക്കത്തിലാണ്. അങ്ങനെ ബംഗാൾ ഉൾക്കടലിലേക്കും അതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പ്രവേശനമുണ്ട്. ക്ഷേത്രങ്ങൾക്കൊപ്പം കൃഷിക്കും ചരക്ക് നീക്കത്തിനും നഗരകേന്ദ്രത്തിലൂടെയുള്ള ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനുമായി തമിഴ് ജനത 11ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പ്രധാന ജലസേചന ശൃംഖല പൂർത്തിയാക്കി. 5ാം നൂറ്റാണ്ട് മുതൽ 9ാം നൂറ്റാണ്ട് വരെ ഐഹോളെ, ബദാമി, പട്ടാടക്കൽ എന്നിവിടങ്ങളിൽ തെളിവായി ചാലൂക്യ കാലഘട്ടത്തിലും തുടർന്ന് മാമല്ലാപുരത്തും മറ്റ് സ്മാരകങ്ങളിലും കാണുന്ന പല്ലവ കാലഘട്ടത്തിലും ദ്രാവിഡ ക്ഷേത്ര ശൈലികളുടെ ഒരു സ്പെക്ട്രം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 850 1280 ഇടയിൽ ചോളർ പ്രബലമായ രാജവംശം ഉയർന്നു വന്നു. ആദ്യകാല ചോള കാലഘട്ടത്തിൽ അവരുടെ ഭൗമരാഷ്ട്രീയ അതിരുകൾ സുരക്ഷിതമാക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. കൂടാതെ വാസ്തുവിദ്യയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല. 10ാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിനുള്ളിൽ ചതുരാകൃതിയിലുള്ള മൂലധനങ്ങളുള്ള ബഹുമുഖ നിരകൾ പോലുള്ള സവിശേഷതകൾ ഉയർന്നു വന്നു. ഇത് പുതിയ ചോള ശൈലിയുടെ തുടക്കത്തിൻ്റെ സൂചനയാണെന്ന് ജോർജ് മിഷേൽ പറയുന്നു.
ചോള രാജാവായ രാജരാജ ഒന്നാമൻ 1003 1010 ഇടയിൽ പണികഴിപ്പിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ് ഈ ദക്ഷിണേന്ത്യൻ ശൈലി ഏറ്റവും പൂർണ്ണമായി സാക്ഷാത്കരിച്ചത്. പ്രധാന ക്ഷേത്രവും അതിൻ്റെ ഗോപുരങ്ങളും 11-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അടുത്ത 1000 വർഷങ്ങളിൽ ക്ഷേത്രം കൂട്ടിച്ചേർക്കലുകളും പുനരുദ്ധാരണങ്ങളും അറ്റകുറ്റപ്പണികളും നടത്തി. റെയ്ഡുകളും യുദ്ധങ്ങളും, പ്രത്യേകിച്ച് മധുര നിയന്ത്രിച്ചിരുന്ന മുസ്ലിം സുൽത്താന്മാരും തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാരും തമ്മിലുള്ള നാശനഷ്ടങ്ങൾ, നിയന്ത്രണം വീണ്ടെടുത്ത ഹിന്ദു രാജവംശങ്ങൾ ഇവ നന്നാക്കി. ചില സന്ദർഭങ്ങളിൽ പഴയവയുടെ മുകളിൽ പുതിയ ചുവർച്ചിത്രങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് മങ്ങിയ പെയിൻറ്റുകൾ ഉപയോഗിച്ച് ക്ഷേത്രം പുതുക്കിപ്പണിയാൻ ഭരണാധികാരികൾ ശ്രമിച്ചു. മറ്റ് സന്ദർഭങ്ങളിൽ ആരാധനാലയങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അവർ സ്പോൺസർ ചെയ്തു. കാർത്തികേയൻ, അതായത് മുരുകൻ, പാർവതി, അമ്മൻ, നന്ദി എന്നിവയുടെ പ്രധാന ആരാധനാലയങ്ങൾ 16-ഉം 17-ഉം നൂറ്റാണ്ടുകളിൽ നായക കാലഘട്ടത്തിലാണ്. അതുപോലെ ദക്ഷിണമൂർത്തി ക്ഷേത്രം പിന്നീട് നിർമ്മിക്കപ്പെട്ടു. തഞ്ചാവൂരിലെ മറാഠികൾ ഇത് നന്നായി പരിപാലിച്ചിരുന്നു. പെരുവടയാർ ക്ഷേത്രത്തിൻ്റെ പദ്ധതിയും വികസനവും അക്ഷീയവും സമിതിയുമായ ജാമതീയ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതിനെ പെരുങ്കോയിൽ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ കുന്നുകളുടെ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഒരു വലിയ ക്ഷേത്രം. ക്ഷേത്ര സമുച്ചയം ഏതാണ്ട് 2 സമചതുരങ്ങളുള്ള ഒരു ദീർഘചതുരമാണ്. 240.79 മീറ്റർ കിഴക്ക് നിന്ന് പടിഞ്ഞാറും 121.92 മീറ്റർ വടക്ക് നിന്ന് തെക്കും. ഈ സ്ഥലത്ത് 5 പ്രധാന വിഭാഗങ്ങളുണ്ട്. ഉയർന്നു നിൽക്കുന്ന ഉപരിഘടനയുള്ള ശ്രീകോവിൽ, ശ്രീവിമാനം, മുന്നിൽ നന്ദി ഹാൾ, നന്ദി മണ്ഡപം, ഇടയ്ക്കിടയിൽ പ്രധാന കമ്മ്യൂണിറ്റി ഹാൾ, മുഖമണ്ഡപം, വലിയ സദസ് ഹാൾ, മഹാമണ്ഡപത്തെ ശ്രീകോവിലുമായി ബന്ധിപ്പിക്കുന്ന പവലിയൻ, അന്ത്രാല. ക്ഷേത്ര സമുച്ചയം അതിൻ്റെ വിശാലമായ മുറ്റത്ത് ഒരു വലിയ തൂണും മൂടിയ വരാന്തയും സമന്വയിച്ചിരിക്കുന്നു. പ്രദക്ഷിണത്തിനായി ഏകദേശം 450 മീറ്റർ ചുറ്റളവുണ്ട്. ഈ തൂണുകളുള്ള വരാന്തയ്ക്ക് പുറത്ത് ചുറ്റുമതിലിൻ്റെ 2 ഭിത്തികളുണ്ട്. പുറംഭാഗം പ്രതിരോധാത്മകവും. 1777-ൽ ഫ്രഞ്ച് കൊളോണിയൽ സൈന്യം ആയുധപ്പുരയുമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിനൊപ്പം തോക്ക് ദ്വാരങ്ങളുള്ളതും ചേർത്ത് അവർ ക്ഷേത്ര സമുച്ചയത്തെ ഒറ്റപ്പെടുത്തി പുറം മതിൽ ഉയർത്തി. അതിൻ്റെ കിഴക്കേ അറ്റത്ത് ബാരൽ നിലവറയുള്ള യഥാർത്ഥ പ്രധാന ഗോപുരം അല്ലെങ്കിൽ ഗേറ്റ്വേ ഉണ്ട്. പ്രധാന ക്ഷേത്രത്തിലെ വിമാനത്തിൻ്റെ പകുതിയിൽ താഴെയാണ് ഇതിന് വലുപ്പം. 11-ാം നൂറ്റാണ്ടിന് ശേഷം യഥാർത്ഥ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ഘടനകൾ ചേർത്തു. അതായത് വടക്ക് കിഴക്കൻ മൂലയിൽ ഒരു മണ്ഡപവും ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പ്രവേശിക്കാനും പോകാനും അനുവദിക്കുന്നതിനുമായി അതിൻ്റെ ചുറ്റളവിൽ അധിക ഗോപുരങ്ങൾ. കൊളോണിയൽ യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് പാണ്ഡ്യ, നായക, വിജയനഗര, മറാത്ത കാലഘട്ടത്തിൽ ചില ആരാധനാലയങ്ങളും ഘടനകളും കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈ നിർമ്മാതാക്കൾ യഥാർത്ഥ പദ്ധതികളും സമമിതി നിയമങ്ങളും മാനിച്ചു. യഥാർത്ഥ ക്ഷേത്രമുറ്റത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനും നന്ദി മണ്ഡപത്തിനും ഒപ്പം കാർത്തികേയൻ്റെയും പാർവതിയുടെയും 2 പ്രധാന ആരാധനാലയങ്ങളും ഉണ്ട്. സമുച്ചയത്തിൽ കൂടുതൽ ചെറിയ ആരാധനാലയങ്ങളും. വാസ്തുവിദ്യയും അലങ്കാര ഘടകങ്ങളും സ്വീകരിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ഹൈന്ദവ ക്ഷേത്ര പാരമ്പര്യങ്ങൾ പെരുവടയാർ ക്ഷേത്രം തുടർന്നു. എന്നാൽ അതിൻ്റെ അളവ് 11-ാം നൂറ്റാണ്ടിന് മുന്നേ നിർമ്മിച്ച ക്ഷേത്രങ്ങളെ കവിഞ്ഞു. ചോള കാലഘട്ടത്തിലെ വാസ്തുശില്പികളും കരകൗശല വിദഗ്ധരും 63.4 മീറ്റർ ഉയരമുള്ള വിമാനം നിർമ്മിക്കുന്നതിനും പ്രത്യേകിച്ച് കനത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്നതിനുള്ള വൈദഗ്ധ്യം നിരീകരിച്ചു. പ്രധാന ക്ഷേത്രത്തിലെ വലിയ മണ്ഡപത്തിൽ വൈഷ്ണവ ശക്തിമത പാരമ്പര്യത്തിൻ്റെ പ്രാഥമിക ദേവതകളെ ഉൾപ്പെടുത്തി എല്ലാ പ്രധാന ഹൈന്ദവ പാരമ്പര്യങ്ങളും ശൈവ ശ്രീക്ഷേത്രം ആഘോഷിക്കുന്നു. വാതിലും നടപ്പാതയും നൽകുന്ന കിഴക്ക് പ്രവേശനവശം ഒഴികെ ദേവതകളുടെ വിതരണം പൊതുവെ സമിതിയാണ്. പ്രധാന ദേവതകൾക്ക് പുറമെ ഓരോ വശത്തും ദ്വാരപാലകന്മാർക്കും മറ്റു വിവിധ ശില്പങ്ങൾക്കും വേണ്ടി നൽകുന്നു. വെസ്റ്റിബ്യൂളിൽ സങ്കീർണമായ കൊത്തുപണികളും മ്യൂറൽ പെയിൻറ്റിങ്ങുകളും 3 ശില്പശാലകളും ഉണ്ട്. താഴത്തെ നിലയിലെ ശ്രീകോവിലിൻ്റെ ചുവരുകളിൽ ശിവൻ, പശുപതമൂർത്തി, അർദ്ധമണ്ഡപത്തിൽ നിന്നുള്ള പാതയിൽ നിന്ന് ദ്വാരപാലകങ്ങൾ,
തെക്കേ മതിൽ ഭിക്ഷാടന വീരഭദ്ര ദക്ഷിണമൂർത്തി കലന്തക നടരാജ. പടിഞ്ഞാറേ മതിൽ ഹരിഹര, അതായത് ശിവൻ പകുതി വിഷ്ണു ലിംഗോദ്ഭവ, പ്രഭാവലി ഇല്ലാത്ത ചന്ദ്രശേഖര, പ്രഭാവലിയുള്ള ചന്ദ്രശേഖര ദ്വാരപാലകങ്ങൾ. വടക്കേ മതിൽ അർദ്ധനാരീശ്വരൻ,